അല്ലടാ മൂപ്പരെ കാണില്ലല്ലോ. ഇതൊന്ന് വിളിച്ചു നോക്ക്. ചോക്കാനാ റിങ് ചെയ്യണ്ടല്ലോ. നീ എടുക്കില്ലല്ലോ. വണ്ടിയിലെങ്ങാനാണോ? എടുക്കില്ലല്ലോ. ഓരോരുത്തർ രാവിലെ തന്നെ പണിക്കാന്നും പറഞ്ഞ് വരും. പണിസാധനമൊക്കെ വലിച്ചെറിഞ്ഞ് പോയിക്ക ഓൻ്റെ അമ്മേൻ്റെ 16-ന്. ഞാനേ അത് കൈക്കാക്കാൻ നിൽക്കൂല കേട്ടോ. ഈ വണ്ടി എടുക്കുക. എടാ ഷാപ്പിലേക്ക് വിടും കേട്ടോ. ഏട്ടാ രണ്ടു എന്താ കഴിക്കാൻ വേണ്ടേ? ഇതല്ലേ കഴിക്കാൻ? കഴിക്കാൻ പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, ബീഫുണ്ട്, ചെമ്മീനുണ്ട്, കപ്പുണ്ട്. എന്നാലേ ഒരു പ്ലേറ്റ് കപ്പടിക്ക്. കറി എന്താ വേണ്ടേ? ചൂടോടെ എന്താ ഉള്ളത്? ഇവിടെ എല്ലാ സാധനവും ചൂടുള്ളതാ കൊടുക്കും. എന്നാലേ ഒരു പ്ലേറ്റ് കപ്പേര് ഇച്ചിരി ചൂടുള്ള ചിക്കൻ ചാറ് വെച്ച് ഇങ്ങനെ എടുത്തോളൂ. ഓരോ നാറികള് വരും. എടാ കോൺട്രാക്ടറാ എടുത്തു നോക്ക്. ഹലോ, എടാ ഇജ്ജ് വിളിച്ചില്ലേ? ഞാൻ നേരത്തെ സൈറ്റിൽ നിന്ന് വിളിച്ചേനി. നീ ഞാനേ ആ ഗോപാലന്റെ സൈറ്റിലെ ഭയങ്കര ചൊറയാ. അയാൾ ഡെയിലി പ്ലാനിങ് മാറ്റിക്കൊണ്ടിരിക്കുക. മൂപ്പരെ വീട്ടിലെ ഞാനൊരു ഒറ്റ ദിവസമേ പണിക്ക് വരുള്ളൂ. മൂപ്പരെ നീറ് സ്വഭാവം കൊണ്ടേ ഞാൻ അവിടെ നിന്ന് സാധനം ഇട്ടെറിഞ്ഞ് മൂപ്പരെ എൻ്റെ നമ്പറും ചാമ്പിരാ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണോ? ആടാ ഇജ്ജ് അങ്ങനെ തന്നെ പറയണോ? അല്ല നിങ്ങൾ എവിടെ ഉള്ളേ? ആ ഞാനിതാ ഇയാൾ ഇവിടെ ഉണ്ട്, മലർവാടിയിലുണ്ട്. എന്നാ ഞാൻ അപ്പോണ്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലടോ, ഇതാണ്ട് കൊണ്ടുവച്ച് തീർത്തോ? പിന്നെ അത് ഇങ്ങനെ വെച്ച് ഉച്ചിരിക്കുക. എല്ലാന്നേ ഇത് ഇപ്പഴാ കൊണ്ടുവരുന്നത്. നിങ്ങളോട് എത്ര നേരമായി പറഞ്ഞേ? അടുത്ത മാസം 17-ാം തീയതി അളിയൻ്റെ മോളെ കല്യാണം. നിശ്ചയത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അടിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ പറഞ്ഞും പോയി 1.5 പവൻ കൊടുക്കാം. എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ തരിപ്പ് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കിട്ടേക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കണ്ട് ഞാൻ എന്തിട്ട് ഒരു ആലോചിച്ചിട്ട് എത്തും പിടി കിട്ടില്ലടാ. ഈ ആലോചിച്ച് ഓരോ അവിവേകമൊന്നും കാണിച്ചേക്കല്ലേ. മുമ്പൊക്കെ എന്തെങ്കിലും വഴി ഉണ്ടാക്കുക. പലിശക്കാരൻ തന്നെ ശരണം. എടാ ഞാൻ വീട്ടിൽ പോയി ഓളോടൊന്ന് ചോദിച്ചോ. സ്വർണ്ണം ഉണ്ട് പണയം വെക്കാൻ. നല്ല മൂടാണെങ്കിൽ തരൂ. പിന്നെ പെട്ടെന്ന് എടുത്തു തരണം കേട്ടോ. അതിനോട് ഞാൻ എങ്ങനെയാടാ നന്ദി പറയണ്ടേ? എടാ നാറി, എന്തിനാലേ ഈ നേരത്തെ പോന്നത്? അത് പിന്നെ അമ്മ അവള് ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഞാൻ അവിടുന്ന് നല്ല തിരക്കായ കൊണ്ട് നല്ല മുങ്ങിയതല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ പറയരുത്. അനക്ക് പല തവണ ഞങ്ങൾ പണിയും. ശങ്കരൻ പിന്നെയും തെങ്ങിന്റെ മണ്ടേ തന്നെ. അവനാന് വരുമ്പോ അതിന് ബുദ്ധിമുട്ട് അറിയും. നിങ്ങളെ അമ്മയാണെങ്കിൽ നിങ്ങളും പോവില്ലേ? ഇല്ല, അതൊക്കെ പോട്ടെ. നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. എന്നാ രണ്ടാളും നാളെ വീട്ടിലേക്ക് വാ. എന്താടെ നാളെ? നമുക്ക് ഒരു ചെറുത് വാങ്ങാം. കുണ്ട് പറ്റിച്ച് മോൻ മീൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാകുമ്പോ മീൻ, കുണ്ടത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇതൊന്ന് കുടിക്കും. വേണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ തന്നെ കുറച്ച് ചീത്ത പറഞ്ഞെങ്കിലും ഇത് ഞങ്ങളെ ചങ്കലടാ. എനിക്കറിയാലോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്നെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെന്നെ പണിക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ. സ്നേഹം. മറ്റുള്ളവരെ കൂടെ പോയാലേ നടു ഒടിയന് വരെ പണി എടുക്കേണ്ടി വരും. അപ്പൊ അനക്കറിയാം ഞങ്ങളോട് വന്നാൽ പണിയൊന്നും എടുക്കണ്ടെന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലേ നീ അവിടെ ഇട്ട് പോയ കൈക്കോട്ടും തരിപ്പും ചട്ടിയൊക്കെ ഞാനാണ് എടുത്തുവെച്ചത്. വേറെ ഏതെങ്കിലും സൈറ്റിലാണെങ്കിലേ അത് മതി എന്റെ പണി പോവാൻ. അത് എനിക്കറിയാം. നിങ്ങളൊക്കെ ആകുമ്പോ 2 ചട്ടി പരിക്കം തന്നാ മതിയല്ലോ. എന്നിട്ട് എനിക്ക് ഫോണിൽ കളിച്ചിരുന്നാ മതിയല്ലോ. ഹലോ, നിങ്ങൾ എവിടെയാ? ഇവിടെ ഇപ്പൊ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും. ഒന്ന് വേഗം വരുന്നുണ്ടോ? അതാ ഇപ്പത്തി ചെല്ല് സിനിമ തുടങ്ങി പോവും. കേട്ടില്ലേ? കിട്ടോ ഓരോ നാരികള് വരും. ഓരോ നമ്മളെ പുറത്തിറങ്ങാം. നീക്കി
ലോട്ടറി 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 അതല്ല മക്കളെ ഒരു ബമ്പർ അടിക്കും ഞാളെ ഒരു ലോട്ടറി മിണ്ടാ പോയിന്നോ. നിങ്ങളെ ഷാപ്പിന്റെ അത് കയറിയിട്ട് അങ്ങോട്ട് വരി. ഞങ്ങൾ ആ തൊടിയിലുണ്ടാവും, ആ എടുക്കാം. ഇല്ലടോ, നമുക്ക് ഷെയർ ഇടാ, ബമ്പർ ഇങ്ങോട്ട് എടുത്താലോ? ഇമ്പക്ക് എടുത്താളടോ. ഈ വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ഇമ്പക്ക് വല്ല ഗുണമുണ്ടോ? അതെങ്ങനെ ഫസ്റ്റ് പ്രൈസ് നമുക്ക് അടിച്ചാലുള്ളൊരു അവസ്ഥ ഈ ആലോചിച്ചോക്ക് അല്ലേ? ബമ്പർ അടിച്ച് ആദ്യം ബാറ് തുടങ്ങാം. അതാവുമ്പോ ഇമ്പക്കേ ഇമ്പളെ ഇഷ്ടത്തിന് പോയിട്ട് ഇമ്പളെ ബ്രാൻഡ് കഴിക്കാലോ. അത് നല്ലൊരു ഐഡിയ. പിന്നെ എന്റെ വീടിന്റെ മുമ്പിലുള്ള രാഘവൻ നായരില്ലേ, അയാളെ വീട് അയാള് പറയണ പൈസ കൊടുത്ത് ഞാൻ വാങ്ങും. എന്നിട്ട് JCB വെച്ച് വീട് അങ്ങോട്ട് നിരത്തി ബാക്കിലെ തോടങ്ങോട്ട് തൂർക്കും. എന്നിട്ട് എന്റെ കാർ എന്റെ മുറ്റത്ത് ഞാൻ കൊണ്ടുവരടാ. അത്രക്കൊക്കെ വേണോ? അണക്കറിയോ, കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ അയാളെ പറമ്പ് കൂടെ സൈക്കിൾ ചവിട്ടി പോയേനെ. അയാളും അയാളെ ഭാര്യയും ഇനി ഒരു പൊല്ലാപ്പുല്ല ഉണ്ടാക്കാത്ത. ഞാൻ അവിടെ ഇല്ലാണ്ടായി പോയി. എന്റെ സനി കൊണ അയാൾ അറിഞ്ഞിനി. എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. ടൗണിൽ ഒരു 10 സെന്റ് സ്ഥലം, ഒരു 2 നില വീട്, അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പണി ഇമ്പളെ കമ്പനിക്ക് തന്നെ ആവൂലേ? അല്ല, എന്താടാ അത് JK കൺസ്ട്രക്ഷനെ കൊടുക്കും. ഓരാകുമ്പോൾ പറഞ്ഞ സമയത്തിന് പണി കിട്ടരുത്, നല്ല മെറ്റീരിയൽ ഉപയോഗിക്കും, നല്ല അടിപൊളി ബംഗാളി പണിക്കാരുമാണ്. എടാ അതിന് എൻ്റെ വീടിന് അധികം പഴക്കമില്ലല്ലോ. ഇല്ല, ഉണ്ടായി. അതുമ്പൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം, അല്ല അല്ലേ? നമ്മളെ വിജയന് കൊടുക്കാം. ഏത് വിജയം? പിണറായിക്കോ? അല്ലടാ, ആ മരമുറിക്കാരൻ വിജയല്ലേ, മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കണേ. മൂപ്പർക്കാണെങ്കിൽ 2 പെൺകുട്ടികളാടാ. അയാളെ ഞാൻ ചെറുതാവുമ്പോൾ എൻ്റെ അച്ഛനെ കള്ള് വാങ്ങി കൊടുത്തുങ്ങാണ്ട് എൻ്റെ വീട്ടിൽ ഈ വണ്ണുള്ള തേക്ക് 5 എണ്ണം അയാൾ ചാമ്പിക്കാഞ്ഞതാ. ആ തേക്ക് ഇന്നിപ്പോൾ ഉണ്ടെങ്കിലേ എനിക്കിപ്പോൾ ഇങ്ങനെ കൽപ്പണിക്ക് വന്നുങ്ങാണ്ട് പണിയെടുത്ത് വെയിലും കൊള്ളേണ്ട ഒരു ആവശ്യമില്ലേ. അതറിയാം ഞങ്ങൾക്ക് അമ്മായി സാധനമായി. ഈ എന്താടാ ആലോചിക്കണേ? ഞാൻ ആ വിജയനെ പറ്റി ആലോചിക്കേ. ഓ എന്റെ വീട്ടിലും വന്നിട്ട് മരം വെക്കേ. അന്ന് ന്യായമായ പൈസയും തന്നിക്കുന്നു. അതെന്നാ വന്നത്? ഒരു 5-6 കൊല്ലം മുമ്പേ. ഓ അത് പിന്നെ എൻ്റെ പെണ്ണുങ്ങളെ വകുപ്പുള്ള ഒരു കുടുംബക്കാരനാണല്ലോ അല്ലേ? എന്താടാ ഒരുമാതിരി മറ്റേലെ വർത്താനം പറയണേ? ആരാടാ നല്ലൂരുള്ളേ? ബംഗ്ലാവിലെ തുമ്മിച്ചന്റെ കാര്യസ്ഥനായ നിന്റെ തന്ത സത്യസന്ധനായിടോ. നിന്റെ അച്ഛനെ അന്റെ 2 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എങ്ങനെയാന്ന് നാട്ടുകാർക്ക് അറിയാം. 10 പണിക്കാരെ വെച്ചിട്ട് 15 പണിക്കാരെ പൈസ എഴുതി വാങ്ങിയിട്ടല്ലടാ. ഈ തേങ്ങയും മാങ്ങയും പോരാത്തതിന് എന്നെ കൊണ്ട് കൂടുതലൊന്നും ഈ പറയിപ്പിക്കണ്ട. നീ കൂടുതലൊന്നും മിണ്ടണ്ടാ. നിന്റെ തള്ള അവിടുത്തെ പണിക്കാരത്തിയല്ലേന്നോ? തൊമ്മിച്ചനെ പറ്റിച്ച് സ്ഥലം എഴുതി വാങ്ങിയതും അവിടെ വീട് വെച്ച കഥകൾ ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ടാ. ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞുണ്ടല്ലോ. അനക്ക് പിന്നെ എന്ത് ചമ്മാതിരം പറയാന്നാണോ? തൊമ്മിച്ചനെ വാർത്തെടുത്ത പോലെ നാട്ടുകാർ മുഴുവൻ പറയണേ. ഞാൻ പറഞ്ഞല്ലടാ, ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞാണോ? എന്താടാ കളിക്കിന്? ഇവിടെ ഇന്നലെയും കൂടി പോലീസ് വന്ന് അങ്ങ് കച്ചറ ഉണ്ടാക്കാൻ അങ്ങോട്ടാണ് പോയി കളിക്കി. എന്താ മോനെ? അച്ഛപ്പളാ വരാ? ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുമല്ലോടാ. ഞാൻ രാവിലെ മേടിക്കാൻ പറഞ്ഞ സാധനം മേടിക്കണേ. ഞാൻ വരുമ്പോ വാങ്ങട്ടോ. ബൈജുമാമ ഉണ്ടോ കൂടെ? ഇവിടെ ഉണ്ടല്ലോ. ഞാൻ കാർത്തികിന് കൊടുക്കാം. അച്ഛമ്മക്ക് മരുന്ന് മേടിക്കണേ. പിന്നെ എനിക്ക് ഋത്തിക്കിനോ കപ്പ ബിരിയാണി. മക്കളെ ഞാൻ വരുമ്പോ വാങ്ങിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ വരുമ്പോ വാങ്ങിക്കോളാം. ബമ്പർ എടുക്കല്ലേ മക്കളെ? ബമ്പറും വേണ്ട, അതിലെ സമ്മാനവും വേണ്ടേ.